ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ കാണുന്ന റിബൺ വെച്ചിട്ടുള്ള അടിപൊളി എംബ്രോയിഡറി വർക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിൽ രണ്ട് തരം റിബൺ ഉണ്ട്, വീതി ഉള്ളതും വീതി ഇല്ലാത്തതും. ഈ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് വീതി ഇല്ലാത്ത ഇങ്ങനെയുള്ള റിബൺ കൊണ്ടുള്ള വർക്കാണ്. അത് അടിപൊളി വർക്കാണ്. നമ്മുടെ കുട്ടികളുടെ ഉടുപ്പിലും ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി വർക്കാണ്. ഇവിടെ ഞാൻ ഓൾറെഡി ഒരു മോട്ടീഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു മോട്ടീഫ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ ഉടുപ്പിലും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന സ്റ്റിച്ച് നിങ്ങൾ മുഴുവനായും കാണണം. അത് നിങ്ങളുടെ മക്കളുടെ ഉടുപ്പിലും എല്ലാം ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ ഉടുപ്പ് നല്ല അടിപൊളിയാക്കാൻ പറ്റും. അതിന് വേണ്ടത് ഈ തിന്നായിട്ടുള്ള റിബൺ വെച്ചിട്ടുള്ള വർക്കാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ തുടർന്ന് കാണണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് തുടർന്ന് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ വർക്കിനായി ആവശ്യത്തിന് റിബൺ ഞാൻ ഇവിടെ കോർത്ത് വെച്ചിട്ടുണ്ട്. തിന്നായിട്ടുള്ള റിബൺ ആണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ബോട്ട്കിൻ സൂചി ഓൾറെഡി കോർത്ത് നമ്മളിത് എങ്ങനെയാണ് ലോക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എല്ലാവരും കാണണം, എന്നിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഇങ്ങനെ കോർത്തിടുക. ടൈറ്റ് ആയതിനു ശേഷം നമ്മൾ ഇതിന്റെ തലപ്പ് ഭാഗത്തും കെട്ടിടാൻ മറക്കരുത്. അതിനുശേഷം ഇത് താഴ്ത്തി സൂചി താഴത്തുനിന്ന് കൊണ്ടുവരാം. അതിനു മുൻപായി ഞാൻ ഈ ലൈനിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്ന് പരിചയപ്പെടുത്താം. ഇവിടെ ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സൂചി താഴ്ത്തുനിന്ന് കൊണ്ടുവരാം. ഈ സ്റ്റിച്ചിന്റെ പേര് എന്താന്ന് വെച്ചാൽ റിബൺ വിത്ത് ഫ്രഞ്ച് നോട്ട്. ആ സ്റ്റിച്ചാണ് നമ്മൾ ഇവിടെ ചെയ്യാനായി ഉപയോഗിക്കുന്നത്. ഇതൊരു ഫില്ലിംഗ് സ്റ്റിച്ച് കൂടിയാണ്. എല്ലാവർക്കും അറിയാം, ഗ്ലേസിംഗ് വരുന്ന ഭാഗം ഫ്രണ്ടിലേക്കും അതിന്റെ പിറകുവശം താഴ്ത്തേക്കായിട്ടാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഫ്രഞ്ച് നോട്ട് 1, 2 വട്ടം ചുറ്റി അതേ സ്ഥലത്ത് തന്നെ കുത്തി താഴ്ത്തുക. വളരെ ഈസിയായ സ്റ്റിച്ചാണിത്. എംബ്രോയിഡറിയില് നമ്മുടെ സാധാ ത്രെഡ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ റിബണിലും വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. റിബണിലാവുമ്പോൾ ഒന്നും കൂടി നമ്മുടെ വർക്ക് നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു ഫ്രഞ്ച് നോട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്റ്റിച്ചാണിത്. ഇതൊരു ഫില്ലിംഗ് സ്റ്റിച്ചാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഉടുപ്പിൽ ചെയ്യുമ്പോഴും ഫ്ലവേഴ്സിലും അല്ലെങ്കിൽ ഇപ്പോൾ ഇനി ബേർഡ്സ് ആയിട്ടും എന്ത് ചെയ്യുകയാണെങ്കിലും ഫുൾ ഫിൽ ചെയ്യുമ്പോൾ വളരെ അടിപൊളിയായിട്ട് ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ നല്ല ഭംഗിയിൽ മക്കളുടെ ഉടുപ്പിൽ ചെയ്യാനായിട്ട് മറക്കരുത്. ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാനും മറക്കരുത്. നമ്മള് താഴത്തുനിന്ന് ഇങ്ങനെ പൊക്കി ഇത് ചുറ്റി അതേ സ്ഥലത്ത് തന്നെ താഴ്ത്താൻ മറക്കരുത്. പിന്നെ താഴ്ത്തേക്ക് വലിക്കുമ്പോൾ നേരിട്ട് അങ്ങനെ വലിക്കാണ്ട് ഒന്ന് തിരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ച് വലിക്കാൻ ശ്രമിക്കണം. അപ്പൊ മാത്രമാണ് വളരെ ഈസി ആയിട്ട് റിബൺ താഴ്ത്തേക്ക് വരികയുള്ളൂ. എന്നിട്ട് മെല്ലെ കൈവിടുക. അപ്പൊ കണ്ടോ, ഒരു ഫ്ലവറിന്റെ ഷേപ്പിൽ വേണമെങ്കിലും അത് വരും. ഇതാണ് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് വിത്ത് റിബൺ. ഇതാണ് നല്ല ഭംഗിയുള്ള സ്റ്റിച്ച്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഭംഗിയായി മക്കളുടെ ഉടുപ്പിലും എല്ലാം ചെയ്യാൻ മറക്കരുത്. നല്ല തിക്കായിട്ട് ഒരു ഫില്ലിംഗ് സ്റ്റിച്ചായി തന്നെ ഇത് ചെയ്യണം. അപ്പോഴാണ് അതിന്റെ ഭംഗി എടുത്തു കാണുകയുള്ളൂ. അങ്ങനെ നിങ്ങളുടെ മക്കളുടെ ഉടുപ്പിൽ നല്ല ഭംഗിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ റിബൺ വിത്ത് ഫ്രഞ്ച് നോട്ട് നല്ല തിക്കായി
ചെയ്താൽ മാത്രമാണ് നല്ല ഭംഗിയിൽ കിട്ടുകയുള്ളൂ. അപ്പൊ ഞാൻ ചെയ്ത ഒരു മോട്ടീഫ് നിങ്ങൾക്ക് ഞാൻ വീണ്ടും പരിചയപ്പെടുത്താം. ഇത് ഞാൻ ചെയ്ത ചെറിയൊരു മോട്ടീഫാണ്. നോക്കൂ, ഞാനിവിടെ ഒരു ഫില്ലിംഗ് സ്റ്റിച്ച് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിങ്ങളും മക്കളുടെ ഉടുപ്പിൽ ചെയ്യുമ്പോൾ നല്ല അടിപൊളി ഡിസൈൻ തിരഞ്ഞെടുത്ത് അത് ഫുൾ ഫില്ലിങ്ങോട് കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് ഈ സ്റ്റിച്ച് നല്ല ഭംഗിയിൽ മക്കളുടെ ഉടുപ്പിൽ കാണുകയുള്ളൂ. അപ്പൊ എന്റെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എന്റെ വീഡിയോ തുടർന്ന് കാണണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പൊ തുടർന്ന് എന്റെ വീഡിയോ കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്.